ഇപ്പൊ കോടതിയിലെ കാര്യം പറഞ്ഞു. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇപ്പൊ എനിക്ക് ഇത്രയും ഒരു എക്സ്പോഷർ ഉണ്ട്, എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പറയാം, എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയാം. ഹായ് എവരിവൺ, ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗം ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതായത് ഭാവന അവരുടെ അനുഭവം പറയുകയാണ്, ജീവിത അനുഭവം പറയുകയാണ്. ഒരു സിനിമയുടെ പ്രൊമോഷനിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അവരുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വേദനയാണ് തോന്നിയത്. കമൻറ്റ് ബോക്സ് മൊത്തം തുറക്കാൻ പറ്റുന്നില്ല, അത്രയും കരച്ചിലാണ്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും കേട്ട് നോക്കാം എന്താണ് ഭാവനയുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചത്. വലിയ പോരാട്ടത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ. എന്ന് മാത്രമല്ല, ആ കോടതി മുറിക്കകത്തെ 15 ദിവസങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് എന്നും പറഞ്ഞു. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിന് നേർക്കുള്ള ഒരു നമ്മുടെ ഇപ്പം നിലനിൽക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് നേരെയുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ഉള്ളിലൊക്കെ കൊണ്ടിട്ടുള്ള ഒരു സംഗതി. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആ ഒറ്റപ്പെടൽ കോടതി മുറിക്കുള്ളിൽ അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു ആളെ സംബന്ധിച്ച് ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരികയും ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയാനുള്ളൊരു കറേജ് ഉണ്ടല്ലോ, അത് എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടായിരുന്നു? അങ്ങനെ ഇപ്പൊ എവിടുന്ന കറേജ് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊന്നും ഉത്തരമില്ല. എന്റെ ലൈഫ് എന്നെ അങ്ങനെ കൊണ്ടുപോയതാണ്. കാരണം എനിക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമായിരുന്നില്ല. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി. അത് ഞാൻ അപ്പം തന്നെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. ഇവിടെ ഭാവന പറയുന്നത് ഭാവന അനുഭവിച്ച ഒരു വലിയൊരു ദുരന്തത്തെ കുറിച്ചാണ്. എന്താണ് ദുരന്തമെന്ന് ഭാവന പറയുന്നത് നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര, ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ്. അത് ഭയങ്കര ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് ഓക്കെ ആയിരിക്കും എനിക്ക് പറയാൻ അറിയില്ല. അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലും എനിക്ക് വേറെ നിങ്ങൾ പോക്കോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 100% ശരിയാണ്. സ്വന്തം കാര്യം ചിന്താവാ. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയുന്നത്, നമുക്ക് പോലീസ് സ്റ്റേഷനെ വിശ്വസിക്കാൻ പാടില്ല, ഒന്നിനെ വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് നമ്മൾ തന്നെയാണ്. നമുക്ക് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഒരാളും കൂടെ ഉണ്ടാവില്ല. നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ അതായത് നമുക്കൊരു ദുരന്തം സംഭവിക്കുമ്പോൾ ആരുമില്ല. അതാണ് ഇവിടെ ഭാവന പറഞ്ഞത്. ഭാവനയുടെ ജീവിതത്തിൽ ഒരു പെണ്ണിനും ലോകത്ത് നടക്കാൻ പാടില്ലാത്ത എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു. അതിനെക്കുറിച്ചാണ് ഭാവന പറയുന്നത്. ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കിടന്നു നോക്കാം. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, എനിക്ക് മാത്രമല്ല ലോകത്ത് ഇൻജസ്റ്റിസ് നടക്കുന്നത്, എനിക്ക് മാത്രമല്ല ട്രാജഡി നടക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന എൻ്റെ അടുത്ത് അജിത് സർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. 30 വയസ്സ് വരെ ഉള്ള ജീവിതം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. 30 വയസ്സ് കഴിഞ്ഞാൽ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്ത് ലൈഫാണെന്ന് നമുക്ക് ചിന്തിക്കുന്ന ഒരു ഏജ് ആയിരിക്കും 30 തൊട്ടിട്ട് എന്ന് എൻ്റെ അടുത്ത് അജിത് സർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ആണ്. പക്ഷെ നമ്മൾ 20s നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ടീനേജിൽ പ്രോബ്ലം. പക്ഷെ അതൊക്കെ മേ ബി ഒരു പ്രേമം നടന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയ്ക്ക്, അങ്ങനെ അതൊക്കെ ആയിരിക്കും. ഇപ്പൊ എനിക്കറിയാം, പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വട്ടം കൂടിയൻ മറ്റേ വിദ്യാലയത്തിൽ പോവാന്നൊക്കെ പറഞ്ഞൊരു പാട്ടല്ലേ, ആ സമയത്ത് ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഇതാരാണ് ഈ മനുഷ്യൻ സ്കൂളിലേക്ക് പോകാൻ പിന്നെ ആഗ്രഹിക്കുന്ന ആള്. ഈ പറഞ്ഞത് 100% സത്യമാണ്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഈ പണ്ടാരം സ്കൂൾ എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, ഞാൻ +2 പഠിച്ച് സൗദി അറേബ്യയിൽ 3 വർഷം പണിയെടുത്ത ഒരാളാണ്. എനിക്ക് 22 വയസ്സായി. അതിനിടയിൽ 3 വർഷം പണിയെടുക്കുമ്പോൾ ഞാൻ കരഞ്ഞിന്. ഒന്ന് കോളേജ് ലൈഫ് വേണം, ഒരു സ്കൂൾ ലൈഫ് വീണ്ടും ഉണ്ടായിരുന്നെങ്കിലും. ആ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വൃത്തികെട്ട സ്കൂള് ഒരിക്കൽ തീർന്നാൽ മതി എന്നായിരുന്നു നമ്മൾ അപ്പം ചിന്തിക്കുന്നത്. പക്ഷേ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് ഭാവന ഇവിടെ പറയുന്നത്. ഭാവന ബാക്കിയും കൂടി പറയുന്നത് നമുക്ക് കേൾക്കാം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് പിന്നെ സ്കൂളിൽ പോയ ഒരു വട്ടം കൂടി പോയി പഠിക്കാൻ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും, ഞാൻ കേടുന്നൊക്കെ. പിന്നെ സ്കൂളിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മോ എന്നൊക്കെയായിരുന്നു.
പക്ഷെ ഇപ്പൊ അതെനിക്കറിയാം, ഓ ഇതുകൊണ്ടാണ് സ്കൂള് മതി എന്ന് പറയുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ അന്നത്തെ പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ വലുതായിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ ഒന്നും ആയിരുന്നില്ല. നമ്മൾ റിയലൈസ് ചെയ്യുന്ന സംഭവം ശരിക്കും സ്കൂൾ ഡേയ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ലൈഫിൽ ഓരോ കാര്യങ്ങൾ, ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ ഇതായിക്കോട്ടെ, ബാക്ക് ടു ബാക്ക് ഓരോ പ്രോബ്ലംസ്. ഞാൻ വരും, ദൈവമേ, നമുക്കൊരു പേടി വരും ജീവിക്കാൻ. ഇത് 100% ശരിയാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ കൈ എങ്ങനെയെങ്കിലും മുറിഞ്ഞു എന്ന് വിചാരിക്കൂ, പിന്നെ നമ്മുടെ അതേ കൈക്കാണ് വീണ്ടും പൊള്ളുന്നത്. അതായത് ഒരു ദുരന്തം വരുമ്പോൾ തുരുതുരാ ദുരന്തങ്ങൾ വരും. അതിൻ്റെ അർത്ഥം നമുക്കൊരു നല്ലത് വരാനിരിക്കുന്നു എന്നാണ്. ഞാൻ അങ്ങനെയാണ് പേഴ്സണലി വിചാരിക്കുന്നത്. ഇവിടെ ഭാവനയും പറയുന്നത് അങ്ങനെയാണ്. ദുരന്തങ്ങൾ ഇങ്ങനെ അച്ഛൻ മരിച്ചു എല്ലാം ഒരുമിച്ചാണ് വന്നത് എന്നാണ് ഭാവന പറയുന്നത്. സത്യം പറഞ്ഞാൽ ഭാവനയുടെ വാക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമവും തോന്നുന്നുണ്ട്, ഹാപ്പിയും ആവുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. നാളെ എന്താ, ഇനി അത് കഴിഞ്ഞെന്താ, ഇതുകൂടി കഴിഞ്ഞോ, അതോ ഇനി എനിക്ക് വല്ലതും ഉണ്ടോ, അത് ഇനിയും നമ്മൾ പ്രശ്നം ഫേസ് ചെയ്യണോ, ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും. ഈ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ഓൺ ആൻഡ് ഓഫ് ആവുന്ന ഒരു ഗ്രാഫ്. ഒന്ന് ഓക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിക്കും, നമ്മൾ പിന്നെയും ഇതെന്താ ഇങ്ങനെ. അപ്പോൾ നമ്മളൊരു ഈസി എക്സിറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കും, എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ്, നമ്മുടെ ഫാമിലി, ഇതൊക്കെ നമ്മളപ്പോൾ ആലോചിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെ ലൈഫിലും ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസിൽ ലൈഫ് കൊണ്ടെത്തിക്കും. 100% ശരിയാണ്. കുറേ പേര് ഹൈഡ് ചെയ്യുകയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എന്നെപ്പോലെ 24 എൻ്റെ നാട്ടുകാർക്കറിയാം. ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബിലാണ് ഇങ്ങനെ, അല്ലാത്തവട്ടെ ഞാൻ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അകത്ത് നല്ലോണം വിഷമമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി അറിയാം, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാവും. ചിലർക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ല, മറ്റു ചിലർക്ക് വേറെ എന്തെങ്കിലും വലിയ ദുരന്തം, അങ്ങനെയൊക്കെ ആരും പറയാൻ പേടിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. അതായത് ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലീക്കാക്കുന്ന കാലമാണ്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്, അല്ലേ? ഭാവനയും പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയായി, വേറൊരാൾക്ക് ചിലപ്പോൾ വേറെ. ഇപ്പം കോടതിയിലെ കാര്യം പറഞ്ഞു, ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇപ്പം എനിക്ക് ഇത്രയും ഒരു എക്സ്പോഷർ ഉണ്ട്, എനിക്കിങ്ങനെ സംഭവിച്ചു എന്നെനിക്ക് എൻ്റെ വീട്ടിൽ പറയാം, എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയാം, അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ഫിയാൻസിൻ്റെ അടുത്ത് പറയാം. കാരണം എൻ്റെ ഉറപ്പ് ഇവർക്ക് എന്നെ പറ്റി അറിയാം, എനിക്കിത് പറയാം എന്നാണ്. പക്ഷെ സ്വന്തം അമ്മയോടും അച്ഛനോട് പോലും പറയാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ട് ഇവിടെ. അവർക്കത് പറയാൻ പറ്റാത്ത, സോ അവരെയാണ് ശരിക്കും എനിക്ക് ആലോചിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിക്കാറ്. എന്താ അല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീലിംഗ് ആണ് തോന്നുന്നത്. വളരെ അതായത് കമൻറ്റ് ബോക്സ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഭാവനയുടെ എല്ലാവരും കരയുകയാണ് കമൻറ്റ് ബോക്സിൽ. ഓക്കെ, എന്താണ് ഭാവനയ്ക്ക് സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, എന്ത് പ്രശ്നമെന്ന് ഭാവന തന്നെ പറയുന്നത്. ഒക്കെ നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം. അറ്റ്ലീസ്റ്റ് എനിക്ക് ഓഫ് കോഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നു, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റിയല്ലോ, ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ ഇതിന് പറ്റാത്ത എത്രയോ കുട്ടികൾ, എത്രയോ പേര് ഉണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇത് പുറത്ത് വന്നുകൊണ്ടാണല്ലോ എല്ലാവരും ഞാനിങ്ങനെ ചെയ്തു, ബോൾഡാണ്, അതാണ് ഇതാണ് എന്ന് പറയുന്നത്. പക്ഷെ അവിടേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ പറ്റാത്ത എത്രയോ പേരുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ അതാണ് നമ്മൾ നോക്കണ്ടേ. അവർക്ക് വേണ്ടിയും കൂടിയാണെന്നുള്ളത്, പിന്നെ അവരുടെയൊക്കെ ഒരു പ്രചോദനവും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. സോ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ എന്റെ ഫാമിലി പറയാണ്, വേണ്ട ഇതൊന്നും പറയരുത്, വേണ്ട പുറത്ത് പറയണ്ട, അതെന്തായിക്കോട്ടെ, അത് നിന്റെ വിധി, നീ അങ്ങനെയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരി തന്നെയാണ്. ഈ ലോകത്ത് നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, എല്ലായിടത്തും പെൺകുട്ടികൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ പറയാൻ പേടിയാണ്. അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ടതെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സിന്, ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറയൂ, ഞാൻ വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ആരെയും പേടിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകും. കുറേ പേര് പറയുകയാണ്, നിയമപരമായിട്ട് പോയാൽ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നോക്കണ്ട, നിങ്ങൾ നിയമപരമായിട്ട് പോകണം, കിട്ടിയാലോ, നീതി കിട്ടിയാലോ. അപ്പോൾ കുറേ പെൺകുട്ടികളൊക്കെ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഇല്ലാതാവും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാവന പറയുന്നത്, ഭാവനക്കും അങ്ങനെ എന്തോ ഒരു അനുഭവം ഉണ്ടായി, അതിനൊക്കെ ഭാവന തരണം ചെയ്തു എന്നാണ് ഭാവന പറയുന്നത്. ഓക്കെ നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതല്ലാതെ എനിക്കൊരു സ്ത്രീകളും അങ്ങനെയാണ്, ഒന്നും വിടാൻ പറ്റാതെ. അതെ, അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ അതുകൂടി കൊണ്ടാണ്. അല്ലാതെ എനിക്ക് പെട്ടെന്നൊരു ദിവസം കുറേ കറേജ് കിട്ടി, ഓക്കെ ഞാൻ ഇന്നോട്ട് ഭയങ്കര കറേജ് ആയിരിക്കും, ഞാൻ ഭയങ്കര എംപവേർഡ് ആയിരിക്കും, അതൊന്നുമല്ല. ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. എനിക്കും ഭയങ്കര ഷാറ്റേർഡ് ആയിട്ട് പോകുന്ന, ഭയങ്കര മെൻ്റൽ ബ്രേക്ക് ഡൗൺ വരുന്ന, ഭയങ്കര പ്രശ്നങ്ങൾ വരുന്ന ദിവസങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ, അത്രേ ഉള്ളൂ.
100% ശരിയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പെണ്ണുങ്ങളും നമ്മളെല്ലാവരും ആണുങ്ങളെല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രശ്നങ്ങൾ വരും, നമ്മൾ കഴിയുന്ന പ്രശ്നം തരണം ചെയ്യണം. ഇപ്പോൾ ആത്മഹത്യ, ഒരു ലവ് ബ്രേക്ക് ആയാൽ ആത്മഹത്യയല്ല ചെയ്യേണ്ടത്. പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവരും ചിന്തിക്കും ഒരുപക്ഷെ ഈ ജീവിതം ഇല്ലാതായാലോ, ഇന്ന് തീർക്കാമെന്നൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നു. അത്രയും ദുരന്തം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ തരണം ചെയ്യണമെന്നാണ്. അതായത് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കല്ലി ബില്ലാക്കിയിട്ട് നമ്മൾ ജീവിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പെൺകുട്ടികൾ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂടി വെക്കരുത്. നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരോട് പറയുക, ഞങ്ങൾ അതിനെ പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, ഭർത്താവ് നിങ്ങളെ നിരന്തരമായി അടിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയും. എൻ്റെ നമ്പർ ഞാനിപ്പോൾ സൈഡിൽ വെക്കുന്നില്ല, എൻ്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിൽ ലിങ്ക്, ഞാൻ എല്ലാ മെസ്സേജും നോക്കുന്നുണ്ട്. അത്യാവശ്യ മെസ്സേജ് ആണെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട്. ഞാനിടാന്ന് ഒരു പേടിയുമില്ല എനിക്ക്. നിങ്ങൾ തരുന്ന നല്ല എവിഡൻസും കാര്യങ്ങളും തെളിവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. കേസിന് ഞാൻ പോവാം, പേടിക്കേണ്ട. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായെങ്കിൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെയാണ് ഭാവനയൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.